ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നീറ്റ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചു. പ്രവാസ ലോകത്തെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനം. ഭാരതത്തിന് പുറത്ത് 14 സെന്ററുകളാണ് അനുവദിച്ചിരിക്കുന്നത്. വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. 6 ഗൾഫ് രാജ്യങ്ങളിലായി 8 കേന്ദ്രങ്ങളാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനായി അനുവദിച്ചിരിക്കുന്നത്. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടേതാണ് തീരുമാനം. ഭാരതത്തിന് പുറത്ത് 14 നഗരങ്ങളിൽ പരീക്ഷ നടക്കുമെന്ന് NTA അറിയിച്ചു. UAEയിൽ നേരത്തെയുള്ള കേന്ദ്രങ്ങളായ ദുബായ്, അബുദാബി, ഷാർജ നഗരങ്ങളിൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഇതിനു പുറമെ ഖത്തർ, കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2024 നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന് പുറത്ത് ഒമാൻ അടക്കം വിദേശ രാജ്യങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒമാന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രക്ഷകർത്താക്കൾ അടങ്ങുന്ന ഒരു സമൂഹം, ഏകദേശം 500 പേർ ഒപ്പിട്ട ഒരു നിവേദനം ഇന്ത്യൻ സ്ഥാനപതിക്ക് നാം കൈമാറുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ എംബസിയുടെ ശക്തമായ ഇടപെടലിന്റെയും രക്ഷകർത്താക്കളുടെ ശക്തമായ ആവശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ന് ഭാരത സർക്കാരിന്റെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദേശത്തുള്ള എല്ലാ എംബസികൾക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഗൾഫിന് പുറമെ തായ്ലൻഡ്, ശ്രീലങ്ക, നേപ്പാൾ, മലേഷ്യ, നൈജീരിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. ഭാരതത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്ത് ഫീസ് അടച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയവർക്ക് തിരുത്താൻ അവസരമുണ്ടാകും. മാർച്ച് 9 ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിച്ച ശേഷം തിരുത്തിയുള്ള അവസരം നൽകുമ്പോൾ ഇവർക്ക് വിദേശത്ത് സെന്ററുകൾ തെരഞ്ഞെടുക്കാം. അതേസമയം പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നേരിട്ട് തന്നെ വിദേശ പരീക്ഷാ കേന്ദ്രത്തിന് ഓപ്ഷൻ നൽകാം. ഗൾഫ് രാജ്യങ്ങളിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി വിവിധ പ്രവാസി സംഘടനകളും സ്കൂൾ മാനേജ്മെന്റുകളും രക്ഷിതാക്കളും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ജനം, ഒമാൻ.